പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലദീന ആമനു വ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്, മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്ക് സമാധാനം കിട്ടുന്നത് അവർ എന്ത് ചെയ്യുന്നവരാണ്? അവരുടെ മനസ്സുകൾ അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് സമാധാനം കൊള്ളുന്ന മനസ്സുകളാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണേ, ബി ദിക്രില്ലാഹി അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്. മനുഷ്യൻ പലപ്പോഴും പലതരത്തിലുള്ള വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ അടിമപ്പെടുമ്പോൾ, അല്ലെങ്കിൽ താങ്ങാനാവാത്ത അസഹ്യമായിട്ടുള്ള വേദനകളോ പ്രയാസങ്ങളോ വരുമ്പോൾ അവൻ സ്വന്തത്തെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ആ സമയം ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക. എല്ലാത്തിനുമപ്പുറം എല്ലാം നൽകുന്ന ഒരു അള്ളാഹു ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം മനസ്സിനെ സമാധാനിക്കാൻ, അതുപോലെ തന്നെ ആ മനസ്സിനെ നമ്മെ സൃഷ്ടിച്ച, നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും നമുക്ക് തരുന്ന അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സങ്കടങ്ങളോടും നമുക്ക് പ്രയാസമില്ലാതെ അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല സൂറത്തു റഅദിലൂടെ പറഞ്ഞത്, അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനമുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മനുഷ്യനെ തളർത്തുന്ന ഏത് വിഷമം വന്നാലും ഏത് സങ്കടം വന്നാലും തളരേണ്ടവനല്ല വിശ്വാസി. നേരെ മറിച്ച് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാത്തിനും മുകളിൽ അള്ളാഹു ഉണ്ട് എന്ന ചിന്ത കൊണ്ട് അവന്റെ മനസ്സിനെ സ്വയം സമാധാനിപ്പിക്കുന്നവനാണ്, അവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന്, അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന്. അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം കിട്ടുക എന്ന് സൂറത്തുൽ റഅദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.